ഹായ് എവ്രി വൺ വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഒരു സിമ്പിൾ സ്വീറ്റ് പാസ്ത റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത്. വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ തന്നെ ആരെങ്കിലും ഈ ചാനൽ പുതുതായിട്ട് കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ്. അപ്പോൾ ഒട്ടും വൈകിപ്പിക്കേണ്ട, ആ വീഡിയോയിലേക്ക് പോവാം. ആദ്യം തന്നെ ഞാൻ പാസ്ത വേവിക്കുന്നതിന് വേണ്ടിയിട്ട് വെള്ളം തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട്. പിന്നെ ഇതിനകത്തേക്ക് ഞാനൊരു 1.5 ടീസ്പൂൺ ഓയിൽ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഓയിൽ ആഡ് ചെയ്ത് കൊടുക്കുന്നത് പാസ്ത അങ്ങോട്ടും ഇങ്ങോട്ടും ഒട്ടിപ്പിടിക്കാൻ വേണ്ടിയിട്ടാണ്. ഇത് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്, എങ്കിലും ഒന്നുകൂടെ പറഞ്ഞതേ ഉള്ളൂ. പിന്നെ ഞാൻ ഇതിനകത്തേക്ക് ഒരു 4 കപ്പ് പാസ്ത ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. പാസ്ത ആഡ് ചെയ്തതിന് ശേഷം ഒന്ന് മൊത്തത്തിൽ ഇളക്കി കൊടുക്കുക. പിന്നെ ഒരു പാസ്ത ഒന്ന് വേവാൻ വേണ്ടിയിട്ട് ഒരു 3 to 4 മിനിറ്റ്സ് മതിയാവും. ഇപ്പോൾ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് വെള്ളം ഊറ്റിക്കളയണം. ഇതിൻ്റെ നന്നായിട്ട് വെന്തതിന് ശേഷം നമുക്ക് കാണുമ്പോൾ തന്നെ അറിയാം നന്നായിട്ട് വീർത്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിൻ്റെ വെള്ളം ഊറ്റിക്കളയാണ്. പിന്നെ ഇതിനകത്തേക്ക് ഞാൻ ഒരു ബോട്ടിൽ വെള്ളം തണുപ്പിക്കാൻ വെച്ചത്, തണുത്ത വെള്ളം എടുത്ത് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇതാകുമ്പം പാസ്ത തണുത്താലും അങ്ങോട്ടും ഇങ്ങോട്ടും ഒട്ടിപ്പിടിക്കത്തില്ല. അതിന് വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഇങ്ങനെ വെള്ളം ഒഴിച്ച് കൊടുത്തേക്കുന്നത്. ഇനി ഇതിനകത്തേക്ക് നമുക്ക് ചേർക്കാനുള്ള സോസ് തയ്യാറാക്കാം. സോ ഇതിനകത്തേക്ക് ഞാൻ ആദ്യം മിൽക്ക് മെയ്ഡാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. ആ മിൽക്ക് മെയ്ഡ് ആ ഒരു ടിന്നിൻ്റെ പകുതിയല്ല, ഒരു 3/4 ഞാൻ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. കാരണം 4 കപ്പ് പാസ്ത എടുത്തിരിക്കുന്നതുകൊണ്ട് ഒരു 3/4 ഞാൻ മിൽക്ക് മെയ്ഡ് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതിനകത്തേക്ക് ഞാൻ അമൂലിൻ്റെ ഫ്രഷ് ക്രീം ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഫ്രഷ് ക്രീം കുറച്ച് ആഡ് ചെയ്യുന്നുള്ളൂ. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ക്രീം കൂടുതൽ ആഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ മിൽക്ക് മെയ്ഡിൻ്റെ മധുരം കുറഞ്ഞു പോകും. എങ്കിലും അത്യാവശ്യം ആഡ് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് ഇത് രണ്ടും കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഞാൻ മിൽക്കി മിസ്റ്റിൻ്റെ സോൾട്ടഡ് ബട്ടർ ഒരു സ്പൂൺ ഇട്ട് കൊടുക്കുന്നുണ്ട്, ഒരു ടീസ്പൂൺ ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് അതും കൂടെ ഇട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യാം. ഇതിപ്പോൾ മിൽക്ക് മെയ്ഡും ഫ്രഷ് ക്രീമും അതുപോലെ ബട്ടറും എല്ലാം നന്നായിട്ട് മിക്സായി വന്നിട്ടുണ്ട്. ഈ ഒരു കൺസിസ്റ്റൻസിയിൽ വേണം വരാനായിട്ട്. ഇനി ഇതിലേക്ക് ഞാൻ ഫ്രൂട്ട്സും നട്ട്സും ഒക്കെ ആഡ് ചെയ്യുന്നുണ്ട്. ഇത് ഞാനിപ്പോൾ ആഡ് ചെയ്തിരിക്കുന്നത് ബദാം വെള്ളത്തിട്ട് കുതിർത്തിട്ട് അതിൻ്റെ തൊലി കളഞ്ഞ് ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തതാണ്. പിന്നെ ആഡ് ചെയ്യുന്നത് കാഷ്യൂസാണ്, അതും അതുപോലെ തന്നെ ചെറുതായിട്ട് കട്ട് ചെയ്തതാണ്. പിന്നെ കിസ്മിസാണ് ആഡ് ചെയ്യുന്നത്. നിങ്ങളുടെ കയ്യിൽ അവൈലബിൾ ആയിട്ടുള്ള എല്ലാ നട്ട്സും ആഡ് ചെയ്യാൻ പറ്റും കേട്ടോ. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക. പിന്നെ ഇതിലേക്ക് ഫ്രൂട്ട്സും നമുക്കിഷ്ടമുള്ള ഫ്രൂട്ട്സൊക്കെ ആഡ് ചെയ്യാം. ഞാനിവിടെ മാതള നാരങ്ങ ആഡ് ചെയ്യുന്നുണ്ട്, അതും ആവശ്യത്തിനനുസരണം ആഡ് ചെയ്യാം. ഞാനിവിടെ കുറച്ച് ആഡ് ചെയ്യുന്നുള്ളൂ. പിന്നെ ഞാൻ ആപ്പിൾ ചെറുതായിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു, അതും ആഡ് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് ഇതെല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ചെയ്യാം. ഇനി ഇതിലേക്ക് നമ്മൾ തണുക്കാൻ വെച്ചിരുന്ന പാസ്ത ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കാം. കുറച്ചായിട്ടിട്ട് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക.
നന്നായിട്ട് ഇളക്കി കൊടുക്കുക. കാരണം സോസൊക്കെ ഏറ്റവും അടിയിലായിരിക്കും ഉണ്ടാവുക. അപ്പോൾ അതൊക്കെ നന്നായിട്ട് മിക്സ് ആവണമെങ്കിൽ നന്നായിട്ട് ഇളക്കി കൊടുക്കണം. എന്നിട്ട് ഒരു 2 hours ഫ്രീസറിൽ വെക്കുക. അതായത് ഇപ്പോൾ ഞാൻ ഒരു 2 hours ഫ്രീസറിൽ വെച്ചതിന് ശേഷം എടുത്താണ് സെർവ് ചെയ്യാനായിട്ട്. ഈ ഒരു രീതിയിലായിരിക്കും ഇരിക്കുക. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. സിമ്പിൾ റെസിപ്പിയാണ്.